ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ തീർന്നു പോയി. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോലത്ത് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. എൻ്റെ ഹെയറിൻ്റെ ഫസ്റ്റ് വാഷ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളതാണ് ഈ ഒരു കോലത്തിലിരിക്കുന്നത്. അപ്പോൾ ലാഗ് കേൾക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് കാണിക്കും. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് മാർസിൻ്റെ പോപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക്. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത് 249 ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് എത്രയാണെന്നോ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല അല്ലേ? 03 ചോറസ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഞാനൊന്ന് ഇടാം. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഷെയ്ഡ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് ഒരുമാതിരി ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു കളറായിട്ട് മിക്സ് ചെയ്തിടുമ്പോൾ കുഴപ്പമില്ല. ഇതാണ് ആ മാസിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഇത് പിഗ്മെൻറ്റഡ് ആണ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അത്ര ലാസ്റ്റിംഗ് ഒന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. ഇതാണ് സിമ്പിളിൻ്റെ ഫേസ് വാഷ്. അപ്പോൾ ഈ ഫേസ് വാഷ് വന്നിട്ട് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷാണ്. സോപ്പ് ഫ്രീ ആണ്, 100% സോപ്പ് ഫ്രീ ആണ്. പിന്നെ ഇത് ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത, ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ആഡ് ചെയ്യാത്തത്. ഇതിൻ്റെ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഫേസ് വാഷ് ഇങ്ങനെ ഇട്ട് കാണിച്ചേനെ. ഇത് നമുക്ക് 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ളതാണ്. ഈ കളേഴ്സ് ഒന്നുമില്ല, നാച്ചുറൽ കളറാണ്, ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ലാത്ത ഫേസ് വാഷാണ്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ടു സപ്പോർട്ട് ഹെൽത്തി സ്കിൻ ബാരിയർ. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് വാഷാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ബാക്കി ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കുറേ നാളായിട്ട് ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം. എനിക്ക് അത്യാവശ്യം ഫേസ് വാഷുള്ള എനിക്ക് ഓക്കെയാണ്. എനിക്കങ്ങനെ സ്കിന്നിന് ഇഷ്യൂസൊന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷിൽ സ്കിൻ ഇഷ്യൂസൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഡൂയി സൺസ്ക്രീൻ. നിങ്ങൾക്കറിയാം, ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് തേർഡ് പ്രൊഡക്റ്റ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയണ്ടല്ലോ, ഞാൻ 2 വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഈ പപ്പായ പ്ലസ് വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ UV റൈസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അതേപോലെ ഇത് നോൺ സ്റ്റിക്കി ആണ്. നമുക്കിത് കുറച്ച് ഇടാം. ഞാൻ എന്തായാലും ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. മുടി എന്നെ സൺസ്ക്രീൻ ഇടാൻ അനുവദിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ സൺസ്ക്രീൻ തീർന്നിട്ട് കുറച്ചായി. ഞാൻ കുറച്ച് ലേറ്റായിട്ട് വാങ്ങിക്കാൻ. ഇത് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു ഗ്ലോ ഫിനിഷ് വരും. ഒരു ഗ്ലോ ഫിനിഷ് വരും. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് സെയിം അക്കലോജിക്കയുടെ മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അത് ഇപ്പോഴാണ് വാങ്ങിച്ചത്. ഞാനിത് കിട്ടിയപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ ഇതിൻ്റെ ടിൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 ആണ്. ഞാൻ എല്ലാം കൂടെ വാങ്ങിച്ചത് അത്യാവശ്യം ഓഫറിനൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ പൊട്ടിക്കണം. ഇത് കണ്ടോ, നല്ല ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിത് മുഖത്ത് ഞാൻ സൺസ്ക്രീൻ ഇട്ട് പോയോണ്ട് ഞാൻ നിങ്ങൾക്ക് കയ്യിൽ കാണിച്ചു തരാം. കണ്ടോ, നല്ല ജെല്ല് പോലെ ഇരിക്കുന്നു. ഇതും നമ്മുടെ സൺസ്ക്രീനിൻ്റെ പോലെ നോൺ സ്റ്റിക്കി ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നോൺ സ്റ്റിക്കി ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. ഇത് നമുക്ക് മെൻസിനും വുമൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ മോയ്സ്ചറൈസർ അക്വലോജിക്കയുടെ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് കൊള്ളാം. ഒരു സൺസ്ക്രീൻ എടുത്ത പോലത്തെ തന്നെ ഒരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ മോയ്സ്ചറൈസർ. കൊള്ളാം, എനിക്കിഷ്ടമായി. ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ മോയ്സ്ചറൈസർ. ഇത് വന്നിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിൽ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അപ്പോൾ കുറച്ചെടുത്തൊന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് നൈറ്റും അതേപോലെ തന്നെ മോർണിംഗും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പൊക്കോളും. അപ്പോൾ ഇതാണ് ആ മോയ്സ്ചറൈസർ. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. NYBയുടെ പ്രോ സ്ട്രോബ് ക്രീമാണ്. ഇത് വന്നിട്ട് ഹൈലൈറ്റർ, മോയ്സ്ചറൈസർ, പ്രൈമർ എല്ലാം കൂടെ 3 in 1 വന്നിരിക്കുന്ന ഒരു സ്ട്രോബ് ക്രീമാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ നമുക്ക് പിങ്ക് ഷെയ്ഡും അതേപോലെ പിന്നെ ഗോൾഡൻ കളറും പിന്നെ ഏതോ ഒരു കളറും കൂടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ഹൈലൈറ്ററായിട്ടും പ്രൈമറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇത്തിരി ഉള്ളൊരു കുഞ്ഞു സാധനമാണ്. സത്യം പറഞ്ഞാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ട് എടുക്കുന്നത് കാരണം ഓഫീസിൽ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്കിതിൻ്റെ പിങ്കും കൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ വാങ്ങിച്ചത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് കണ്ടോ, അറിയാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ താഴെയാണ് പൊട്ടി. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും. ഇത് നമുക്ക് പ്രൈമറായിട്ടും ഹൈലൈറ്ററായിട്ടും അതേപോലെ തന്നെ മോയ്സ്ചറൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും ഇടാൻ പറ്റും. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇടുമ്പോൾ ഒന്നും കൂടെ ഒരു ഗ്ലോ തരും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സാണ് ഞാൻ വാങ്ങിച്ചത്. കൂടാതെ ഞാൻ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറേ എന്തൊക്കെയോ വാങ്ങിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എന്തൊക്കെയോ എടുത്തുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ 2 ചെരുപ്പ് കൂടെ വാങ്ങിച്ചായിരുന്നു. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഒന്ന് ഞാൻ വാങ്ങിച്ചത് ഇതാണ്.
ഇത് കാഷ്വലായിട്ട് നമ്മൾ കാഷ്വൽ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു ഓഫ് വൈറ്റ് കളറ് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം ഞാനിത് വാങ്ങിച്ചു. ഇതാണ് ആ ഒരു ചെരുപ്പ്. ഇനി ഇത് ഞാൻ ഓൾറെഡി ഇട്ടു. ഇനി ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഞാനങ്ങനെ ഹീൽസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല, ഹീൽസ് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് സാരിയുടെ കൂടെ വെയർ ചെയ്യാനായിട്ട് ഞാനൊരു ഹീൽസും കൂടെ വാങ്ങിച്ചു. അതാണ് ഇത്. ഞാനിതും കൂടെ വാങ്ങിച്ചു. അത്യാവശ്യം ഹീലുള്ളൊരു ചെരുപ്പാണ്. ഞാനിതും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് എനിക്ക് ഒരു സെക്കൻഡ്. ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് എനിക്ക് വാങ്ങിക്കാനുണ്ട്. ഞാൻ എല്ലാം ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ പർച്ചേസിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ പർപ്പിളിലെ പ്രൊഡക്ട്സ് ഒക്കെ നേരത്തെ വരും. ഞാൻ രാവിലെ ഓർഡർ ചെയ്തിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും പ്രൊഡക്റ്റ് വന്നു. ഇപ്പോൾ പ്രൊഡക്ട്സ് എല്ലാം നേരത്തെ വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. മുടി മെല്ലെ ഉണങ്ങി വരുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.